ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല പച്ചക്കായ വൻപയർ ഇട്ടിട്ട് നല്ലോണം പുഴുക്കാക്കിയിട്ട് കഴിച്ചാലോ. അതിൻ്റെ കൂടെ സൈഡായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടെങ്കിലും ഈ ഒരു പുഴുക്കിൻ്റെ അരിയത്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. പുഴുക്കുന്നോ അല്ലെങ്കിൽ വൻപയർ പച്ചക്കായ തോരനോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു വലിയ പച്ചക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കറുപ്പ് കളറാകും. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ ഒരു അരക്കപ്പ് മമ്പയർ, നമ്മുടെ നാട്ടിൽ മമ്പയർ എന്നാണ് പറയുക, അത് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വെക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അരക്കപ്പ് തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എരിവിന് ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് എടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു 5 ചെറിയ ഉള്ളിയും ഒരു 8ഓളം വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഈ ഒരു അരപ്പാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പുഴുക്കിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരക്കണ്ട, ഒന്ന് ഒതുക്കിയിട്ട് വരാം കേട്ടോ. ഒരു 3-4 തവണ പൾസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് പുഴുക്കുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി ചൂടാക്കാം. ചട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് പാത്രമായാലും ചൂടാക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ഓയിൽ എടുക്കുക കേട്ടോ. ഇനി ഇതാ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 8 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഉള്ളി വാടുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കായ ഉണ്ടല്ലോ, അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ പച്ചക്കായയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വേവിക്കണം. ഈ പച്ചക്കായ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ പച്ചക്കായ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ ഈ ഒരു 5-6 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 2-3 തവണ നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 2-3 തവണ ഇതുപോലെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിക്ക് ഇങ്ങനെ ചെറുതായിട്ട് പിടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മമ്പയർ വേവിക്കുമ്പം ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അരപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ദാ നമ്മുടെ മമ്പയർ ഉണ്ടല്ലോ, വേവിച്ച് വെച്ച മമ്പയർ അതും ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട് തന്നെ. എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ആ പച്ചക്കായും നമ്മുടെ അരപ്പും മമ്പയറും ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ആ ഒരു പച്ചച്ചൊവ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ആ ഒരു തേങ്ങൻ്റെ പച്ചച്ചൊവ മാറുന്നത് വരെ 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.